യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട്. മെഡിസിനൊക്കെ താഴെ ഫാർമസിന്ന് വാങ്ങണം. വാങ്ങിക്കൊണ്ട് വരുമ്പോ ഡോസും ടൈമും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി തരും. മോള് ബില്ലടയ്ക്കാൻ പോയിരിക്കാം. ഇപ്പൊ വരുമ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞയക്കാം. ബില്ലടച്ചിട്ട് ആ ബില്ലൂടെ കൊണ്ടുവരാൻ പറയണേ. ശരി മാഡം. ഹലോ. ഞാൻ കാര്യങ്ങളൊക്കെ സുമംഗല ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. അവരെ വിശ്വസിച്ച് കാണണം. അങ്ങനെ എനിക്ക് മുഖം കണ്ടപ്പോ തോന്നിയത്. മാഡം, ഞാൻ പറഞ്ഞ തുകയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് മാത്രം അവരെ വിളിച്ചാൽ മതി. ആള് വലിയ സ്മഗ്ലറൊക്കെ ആണെങ്കിലും കാശിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. പേര് സുൽബത്ത്. നമ്പർ ഞാൻ അങ്ങോട്ട് അയക്കാം. ആവശ്യം കഴിഞ്ഞാലുടനെ അവരുടെ നമ്പർ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കണം. ഒരു കാര്യം മാഡം പ്രത്യേകം ഓർക്കണം, ഒരു തരികട പരിപാടിയും അവരോട് നടക്കത്തില്ല. പോലീസിനെയും കസ്റ്റംസിനെയും മാത്രമല്ല, ഒറ്റുകാരെയും പേടിക്കണമല്ലോ. പറഞ്ഞത് ഓർമ്മ വേണം, സൂക്ഷിച്ച് വേണം അവരോട് പെരുമാറാൻ. പണം കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങൾ പറഞ്ഞ അത്രയും സ്വർണം അവർ കൊടുത്തതാണെന്ന് ഏറ്റു പറയും. അത്യാവശ്യം വേണ്ട തെളിവും കൊടുക്കും. ഞാനിപ്പോ തന്നെ നമ്പർ അയക്കാം. അവരെ കണ്ട ശേഷം എന്നെ വിളിക്കണം, മറക്കരുത്. ശരി. ഓക്കെ. ആ ബില്ലൊക്കെ ദർശനം അടച്ചു. ആകെ നാണക്കേടായി. എന്ത് നാണക്കേട്? അവള് കാരണമല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ വന്നത്. അവള് തന്നെയാ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അവളെ കൊണ്ട് ഹോസ്പിറ്റൽ ബില്ല് മാത്രമല്ല, നമ്മുടെ ഈ മാസത്തെ എല്ലാ ചെലവും നോക്കിക്കേണ്ടതാ. നമ്മുടെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ആവാൻ കാരണം പവിയേട്ടൻ ജയിലിലായതല്ലേ. അമ്മേ, രൂപേഷേട്ടനെ എത്ര പെട്ടെന്ന് ആ ദർശനം മാറ്റിയെടുത്തത്. എന്നെ കണ്ടപ്പോ രൂപേഷേട്ടന്റെ ഒരു ഭാവവും സംസാരവും ഒക്കെ കാണുമായിരുന്നു. ചേച്ചിയോടൊപ്പം വന്നപ്പോ ഞാനും ശ്രദ്ധിച്ചതാ. ഇനി അധികം വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. അടുത്ത പ്ലാൻ. അമ്മ മേലാൽ ഇനി പ്ലാനൊന്നും ഒരു അക്ഷരം വേണ്ടി പോകരുത്. ഞാൻ പോയി ബാക്കി മെഡിസിൻ വാങ്ങി വരാം. അമ്മ റെഡി ആയിട്ട് നിൽക്കേ. അതെ, നമുക്ക് ഇപ്പൊ തന്നെ പോണോ? കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ? അത് കൊള്ളാം. ഡിസ്ചാർജ് കഴിഞ്ഞാൽ എല്ലാരും വീട്ടിലേക്ക് എത്താനുള്ള ധൃതിയാ. അമ്മയ്ക്കിതെന്താ? അല്ല, 4 മണി കഴിയുമ്പോ പവിയേട്ടൻ വീട്ടിലെത്തും. അച്ഛന് ജാമ്യം കിട്ടിയോ? ഈ ഹാപ്പി ന്യൂസ് അറിഞ്ഞിട്ട് അമ്മ എന്താ നേരത്തെ പറയാത്തെ? നിനക്കല്ലേ ഹാപ്പി, ഞാൻ ഹാപ്പി അല്ല. ഞാൻ പറഞ്ഞില്ലേ പവിയേട്ടൻ എന്നോട് ദേഷ്യത്തിലാണെന്ന്. നമ്മൾ ആ സ്വർണ്ണ ബിസ്ക്കറ്റ് എടുത്ത വിവരമൊക്കെ അറിഞ്ഞില്ലേ? ഇത് അച്ഛൻ ചുമ്മാ പറഞ്ഞല്ലേ. അച്ഛന് വേണ്ടി ആത്മഹത്യക്ക് ശ്രമിച്ചെന്നറിഞ്ഞിട്ട് അമ്മയെ കാണാനുള്ള വെപ്രാളത്തിലായിരിക്കും അച്ഛൻ വരുന്നത്. അമ്മ ധൈര്യമായിട്ടിരിക്കെ. ഞാൻ ദേ ഈ മെഡിസിൻ ഒക്കെ വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ? അഞ്ജുമോളെ ആരോഗ്യത്തോടെ തന്നെ തിരിച്ചു കിട്ടിയില്ലേ? ഗിരിജയ്ക്ക് എന്തെങ്കിലും ആപത്തുണ്ടാവോന്നുള്ള പേടി, അതും കുഴപ്പമില്ല. രൂപേഷും ദർശനയൊക്കെ അഞ്ജുനെയും കൊണ്ട് ഉച്ചയ്ക്ക് മുമ്പ് എത്തുമെന്നും പറഞ്ഞു. അങ്ങനെ എല്ലാം കൊണ്ടും മരുവത്തൂർ വീട്ടില് ഒരു ശാന്തമായ അന്തരീക്ഷം വരുന്നു.
മുത്തശ്ശിയും കൊണ്ട് 2 ദിവസം കഴിഞ്ഞ ഇങ്ങോട്ട് വരുമെന്ന് മണിയപ്പനും വിളിച്ചു പറഞ്ഞു. ഇത്രയൊക്കെ സന്തോഷ വർത്തമാനങ്ങൾ ഉണ്ടായിട്ടും ഏട്ടത്തിക്ക് ഇപ്പോഴും എന്താ ഒരു ഉത്സാഹമില്ലാത്ത? മുഖം ഒരുമാതിരി മൂടി കിട്ടിയതുപോലെ ഉണ്ടല്ലോ. ഗീതമ്മ എല്ലാം പറഞ്ഞു. എന്നാ പ്രധാനമായൊരു കാര്യം വിട്ടുപോയി. പവിയുടെ കാര്യം. ഇന്ന് കാലത്ത് കോടതിയിൽ നിന്ന് അവന് ജാമ്യം കിട്ടുമെന്ന് വക്കീല് പറഞ്ഞിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ടു. പക്ഷേ ഈ വീട്ടില് അതിന്റെ പേരിൽ ഒരു മരണം സംഭവിച്ചിരുന്നെങ്കിലോ? അതാരും ചിന്തിക്കുന്നില്ല. അതുകൊണ്ടൊക്കെയാ ഞാൻ പവിയെ ജാമ്യത്തിലിറക്കാൻ ശ്രമിച്ചതും. പക്ഷേ പവി ഇങ്ങോട്ട് കയറി വരുമ്പോ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? രൂപേഷും ദർശനയും ഒക്കെ നല്ല വിഷമത്തിലാ. താക്കോലിനെ ബലി കൊടുത്ത് പവിയെ പുറത്തിറക്കിയത് അവർക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അഞ്ജുനെ കാണാതായ ബഹളത്തിൽ ആരും അതിനെക്കുറിച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ആ ഒരു കാര്യത്തില് ദർശനെങ്കിൽ രൂപേഷിന് മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാവർക്കും, പ്രത്യേകിച്ച് എതിക്കും രഞ്ജിനിക്കും ഏട്ടത്തിയുടെ ഈ നിലപാട് ഒട്ടും ഇഷ്ടായിട്ടില്ല. എതി എങ്ങനെയാ പ്രതികരിക്കുന്നതെന്ന് പോലും എനിക്ക് പേടിയുണ്ട്. അത് ഏട്ടത്തി അനിയനോട് കാണിക്കുന്ന വിധേയത്വോ ദൗർബല്യവും ഒന്നും കൊണ്ടുമല്ല. ഏട്ടത്തെ പോലും ജയിലിലടയ്ക്കാൻ ഇങ്ങനെയൊരു ചതി ഒരുക്കിയതിലുള്ള ദേഷ്യ. പിന്നെ ഏട്ടത്തി കരുതും പോലെ പവി ജയിലിലായതുകൊണ്ടൊന്നുമല്ല, അതിന്റെ സങ്കടത്തിലുമല്ല ഗിരിജ അങ്ങനെയൊക്കെ ചെയ്തത്. പവിത്രനും ഗിരിജയ്ക്കും ഇടയില് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഗിരിജ കാരണമാ അന്ന് ഏട്ടത്തെ റെയ്ഡ് ചെയ്ത് പിടിക്കാൻ പറ്റാതെ പോയതെന്നൊക്കെ വീണ പറയുന്നത് ഞാൻ കേട്ടു. അതൊന്നും 100% വിശ്വസിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഈ ഇടയായിട്ട് വീണ ഗിരിജയ്ക്കെതിരെയായിട്ടാ കാര്യങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും. ഗിരിജ എന്തോ ചതി ചെയ്തെന്നോ വിശ്വാസവഞ്ചന കാണിച്ചെന്നോ ഒക്കെ പറയുന്ന കേട്ടു. ശ്രേയയും ഗിരിജയും കൂടെ അതിനെ ചൊല്ലി വഴക്ക് വരെ ഉണ്ടായത്രേ. ഒന്നെനിക്ക് ഉറപ്പാ, പവിത്രൻ ജയിലിലായതുകൊണ്ടൊന്നും ഗിരിജ ആത്മഹത്യക്കൊന്നും ശ്രമിക്കില്ല. ഗീതമ്മ, അതൊന്നും എന്റെ വിഷയമല്ല. പവി ഒരു തെറ്റ് ചെയ്തു. അതിനുള്ള ശിക്ഷയും അവൻ അനുഭവിച്ചു കഴിഞ്ഞു. ഗീതമ്മ കരുതും പോലെ ജാമ്യത്തിൽ ഇറങ്ങിയെന്ന് കരുതി കേസൊന്നും അവസാനിച്ചിട്ടില്ല. ആ സ്വർണത്തിന്റെ യഥാർത്ഥ സോഴ്സ് അറിയുന്നതുവരെ കേസ് തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇതുവരെയുള്ള പവിയുടെയും ഗിരിജയുടെയും ഒക്കെ സമ്പാദ്യമാ ആ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. അതൊന്നാകെ പോയില്ലേ? അതൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടാനും പോകുന്നില്ല. അങ്ങോട്ട് പോയ കോടീശ്വരനായ പവിത്രനല്ല തിരിച്ചിങ്ങോട്ട് വരുന്നത്. നയാ പൈസ കയ്യിലില്ലാത്ത, കാറും ജോലിയും ഒക്കെ നഷ്ടപ്പെട്ട ദരിദ്രനായ ഒരു പവിത്രനാ. ജോലിക്ക് എന്തു പറ്റി? നമ്മുടെ സ്വന്തം കമ്പനിയല്ലേ? കമ്പനിയെന്ന് പറഞ്ഞാ അത് വെറും സ്വകാര്യ വ്യക്തിയുടേത് മാത്രമല്ല. കമ്പനിക്ക് കമ്പനിയുടേതായ നിയമങ്ങളുണ്ട്. നമ്മളത് കുടുംബ കമ്പനിയായി കൊണ്ടു നടക്കുന്നു എന്നുള്ളത് ശരിയാ. പക്ഷേ എൻഫോഴ്സ്മെന്റുകാര് പൂർണ്ണമായും നിരപരാധിയാണെന്ന് പറയുന്നതുവരെ ജോലിയിൽ പ്രവേശിക്കാൻ പോലും പറ്റില്ല. ഒരു ഗതിയുമില്ലാതെ എന്റെ സഹോദരൻ തെരുവിൽ അലയാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഏതായാലും അവനെ 2 കൈ നീട്ടി സ്വീകരിക്കാനാ തീരുമാനിച്ചത്. അതിനെ ആരെതിർത്താലും മാറ്റുന്ന പ്രശ്നവുമില്ല.